ഹലോ ഇറ്റ്സ് മീ ഫ്രം ക്യാമറ സ്കാൻ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ലൈറ്റ് പെയിന്റിംഗ് ഫോട്ടോഗ്രാഫി ആയിട്ടാണ്. അപ്പൊ ഒരു വെറൈറ്റി ഫോട്ടോഗ്രാഫി ആണ്. ഇതിന്റെ റിസൾട്ട് എൻഡിലുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. നിങ്ങളും കൂടെ പറയാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ ഇതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഞാൻ പഠിച്ചു വരുന്നുള്ളൂ, എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പറയുക. അപ്പൊ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നിക്കോണിന്റെ Z50 വിത്ത് 1650 ലെൻസ്. അതുപോലെ തന്നെ നമ്മൾ ബഡ്ജറ്റ് വൈസിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാഷ് ലൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ കളർഫുൾ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടാൽ മതി, നമുക്ക് അങ്ങനെ വീഡിയോ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ പ്രൊഫഷണൽ ആകണമെങ്കിൽ നിങ്ങൾക്ക് LC500R. നമ്മൾ ഈ ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്യാമറ സെറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ ഷട്ടർ സ്പീഡ് 15 സെക്കൻഡ്സ്, അതുപോലെ തന്നെ അപ്പർച്ചർ 4 to 4.2, ISO 100. അപ്പൊ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന നമ്മുടെ ഒബ്ജക്ട് എപ്പോഴും ഡാർക്ക്നെസ്സിൽ ഇരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ എപ്പോഴും സ്റ്റേബിൾ ആയിട്ട് ഒരു ട്രൈപോഡും വേണം. ക്യാമറ എന്തോരം നേരം ലൈറ്റുമായിട്ട് എക്സ്പോസ് ചെയ്തിരിക്കുന്നു ആ നേരത്തുള്ള എല്ലാ ഇമേജും ക്യാപ്ചർ ആകും. ആ നേരത്തുള്ള എല്ലാ ലൈറ്റും ക്യാപ്ചറായി നമുക്കൊരു കിടിലി ഇമേജ് കിട്ടും. നമ്മുടെ ക്യാമറ ഈ പറഞ്ഞ സെറ്റിംഗ്സിൽ ഇട്ടിട്ട് നമ്മൾ ട്രൈപോഡ് വെച്ച് ക്ലിക്ക് ചെയ്യുക. ആ 13 സെക്കൻഡ്സ് കൊണ്ട് നമ്മളാണെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റിന്റെ ചുറ്റിനും ഡാർക്ക് ആയിട്ടിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ ചുറ്റിനും നമ്മുടെ ഷട്ടർ എത്ര നേരം ഓപ്പൺ ആക്കിയിരിക്കുന്നത് വെച്ചാൽ അത്ര നേരം നമ്മൾ എന്ത് ഡിസൈൻ വരച്ചാലും അത് ഇമേജിലോട്ട് ക്യാപ്ചർ ആകും. അപ്പൊ ഇങ്ങനെ ഒരു ഇമേജിലാണ് നമ്മൾ ഏറ്റവും അവസാനം കാണിക്കുക. അപ്പൊ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ എത്ര നേരം എന്ത് ഡിസൈൻ വരച്ചാലും അത് ഇമേജിലോട്ട് വരും. അപ്പൊ ഇതിന്റെ റിസൾട്ട് കമന്റ് ചെയ്യുക എങ്ങനെ ഉണ്ടെന്ന്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പൊ ബൈ ബൈ.